السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ട വിഭാഗമാണ് മാതാപിതാക്കൾക്കുള്ളത്. നമുക്കറിയാം, മാതാപിതാക്കൾ എന്നത് സ്നേഹത്തിൻ്റെയും മാതാവെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെയും പരിചരണത്തിൻ്റെയും പ്രതീകവും പിതാവെന്നത് സംരക്ഷണത്തിൻ്റെയും മാർഗദർശനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നാം കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ നമുക്ക് എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നെന്ന് നമുക്കറിയാം. അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും നമ്മുടെ നമ്മളെ സംരക്ഷിക്കുന്നതിന്, നമുക്ക് സ്നേഹം നൽകുന്നതിന് വേണ്ടി ത്യജിച്ച മനുഷ്യരൂപങ്ങളാണ് മാതാപിതാക്കൾ എന്നത്. ലോകത്തെ എല്ലാ ജീവികളിലും മാതാപിതാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ട്. അവര് എല്ലാത്തിനെയും വേണ്ട രൂപത്തിൽ അവർക്ക് നൽകേണ്ട പരിഗണന നൽകിക്കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന ഹുമാ ജന്നത്തുക ഹുമാ നാറുക എന്നതാണ്. ഏതൊരു മനുഷ്യന്റെയും സ്വർഗവും നരകവും അവന്റെ മാതാപിതാക്കളാണ്. നല്ല രൂപത്തിൽ മാതാപിതാക്കളെ പരിഗണിക്കുകയും നല്ല രൂപത്തിൽ അവരോട് സമീപിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവൻക്ക് സ്വർഗം ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അതിന് മറിച്ചായാൽ അവരോട് വേണ്ട രൂപത്തിൽ പരിഗണിക്കാതിരിക്കുകയും അവരോട് ദേഷ്യപൂർവ്വം സംസാരിക്കുകയും ചെയ്താൽ അവർക്ക് നരകം ലഭിക്കുന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് മാതാപിതാക്കളോട് ധാരാളം കടമകളുണ്ട്. പ്രധാനപ്പെട്ടതും അവരെ നാം നല്ല രൂപത്തിൽ അവരുടെ മുഖത്തേക്ക് കരുണയോടുകൂടെ നോക്കണം എന്നതാണ്. ആധുനിക ലോകത്ത് മനുഷ്യ സമൂഹം മാതാപിതാക്കളെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ആധുനിക സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമെത്തിയിട്ട് ആ മാതാപിതാക്കളെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതിരുന്നാൽ നിന്റെ മുഖം നിലംപതിക്കട്ടെ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് മാതാപിതാക്കളെ എത്ര കണ്ട് പരിഗണിക്കണം എന്നതിന്റെ മാതൃക ഉദാഹരണമായി നമുക്ക് കാണിച്ചു തന്ന വഴികളാണ് ഒരുപാട്. ഒരു യമനിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ തവാഫ് ചെയ്യുന്നത്, തന്റെ മാതാവിനെ മുതുകിൽ വെച്ച് തവാഫ് ചെയ്യുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് വന്ന് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നബിയെ, എന്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കടമകൾ മതിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പ്രവാചകർ തിരുഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ, നിന്റെ ജീവിതത്തിൽ മുഴുവൻ ആയുസ് മുഴുവൻ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നീ ചിലവഴിച്ചാലും, അതല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് ഉപകാരം കിട്ടുന്ന നിലക്ക് വേണ്ടി നീ ചിലവഴിച്ചു കഴിഞ്ഞാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്യുന്ന കടമകളും കടപ്പാടുകളും അത് മതിയാവുകയില്ല എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതിൽ നിന്നെല്ലാം മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും ഉണ്ടെന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ആരോടാണ് കൂടുതൽ ശ്രേഷ്ഠത നൽകേണ്ടത്, കൂടുതൽ മഹത്വം നൽകേണ്ടത് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പ്രവാചകർ പറയുകയാണ്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മുക്ക എന്ന് പറയുമ്പോൾ വീണ്ടും ആ തിരുഗുരുവരോട് വീണ്ടും ചോദിക്കുകയാണ്, നബിയെ, വീണ്ടും ആരോടാണ് ഞാൻ കൂടുതൽ പരിഗണന നൽകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും മറുപടി ഉമ്മുക്ക എന്നതാണ്. വീണ്ടും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വീണ്ടും ഉമ്മുക്ക എന്നതാണ്. നാലാമതായി അവിടുന്ന് പറഞ്ഞു, അബൂക്ക, നിന്റെ പിതാവിനോടാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ട വിഭാഗം അത് ഉമ്മയും ഉപ്പയുമാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് തന്നെ എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഞാൻ എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് തിരുദൂതർ പറയുകയാണ്, നിന്റെ മാതാപിതാക്കളോട് അടുത്തു പോയി നിനക്ക് പൊറുക്കലിന് തേടിക്കൊണ്ടുള്ള ദുആ ചെയ്യാൻ പറയണമെന്ന് പറയുമ്പോൾ
നമ്മുടെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വഴികാട്ടികളായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവരുടെ മുഖത്തേക്ക് നാം കരുണയുടെ നോട്ടം നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച തിരുദൂതർ. നമുക്കറിയാം, സ്വഹാബി വര്യൻ ചോദിച്ചു. അപ്പോൾ നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചു, നബിയെ, ഞാൻ ഒരു ദിവസം എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് 100 തവണ നോക്കിയാൽ ആ 100 തവണ ഹജ്ജ് ചെയ്ത പ്രതിഫലം എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രവാചകർ പറയുന്നത്, നിനക്ക് 100 അതിന്റെ മുകളിൽ നിനക്ക് നോക്കാൻ കഴിഞ്ഞാൽ അതിനെല്ലാം നിനക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് മുജ്ദത്തിന്റെ നാവ് കൊണ്ട് ഒരുപാട് മാതാപിതാക്കളെ പരിഗണിക്കുന്ന കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ അനുചരിൽപ്പെട്ട ഒരാൾ യുദ്ധത്തിന് വേണ്ടി, ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവിടുന്ന് ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, സഹാബ, നിനക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് എന്റെ വീട്ടിൽ അവർ ഉണ്ടെന്ന് പറയുമ്പോൾ തിരുനബി തങ്ങൾ പറയുന്നു, നിനക്ക് ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം തിരുദൂതരുടെ മാതാവിനോടുള്ള ആ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ പരിഗണനയും, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും വാക്കുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവർക്ക് വേണ്ടി നാം പ്രത്യേകം ദുആ ചെയ്യണമെന്ന് തിരുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് തിരു അധ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.